ഡോക്ടർ റോഷൻ. ഡോക്ടർ സിദ്ധാർത്ഥ്, അകത്തേക്ക് വാ. കഴിച്ചോ? ഇല്ല, പുറത്തൊരു കട കണ്ടു. കടക്കാരൻ അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ കഴിക്കാനൊന്നുമില്ല. അവിടെ 7 മണിയാകുമ്പോഴത്തേക്കെല്ലാം തീരും. പിന്നെ അയാൾ തന്നെ അവിടെ ഇരിക്കുന്നത്, അതും ഈ നട്ടപ്പാതിരയ്ക്ക്. അയാൾ അങ്ങനെയാ, ഒരു പ്രത്യേക രീതിയാ. അവസാനം ഡോക്ടർ റോഷൻ വടക്കേ മുറി തറവാട്ടിലെത്തി, എന്റെ കൈ കൊണ്ടുടങ്ങാൻ. അവന്റെ ഒടുക്കത്തെ ഒളിച്ചുകളി ഇനിയും നിർത്തിയിട്ടില്ല. ചാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയായിട്ടും നിർത്തിയിട്ടില്ല. എന്താ പേടിച്ചു പോയോ? ആ ജാലകത്തിന് കൊളുത്തില്ല. നരിച്ചേറും മരപ്പൊട്ടിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ. പഴയ വീടല്ലേ എന്ന് വെച്ച് ഇവിടെ പ്രേതങ്ങളൊന്നുമില്ല. ഞാൻ പ്രേതമുള്ള വീട്ടിലും താമസിച്ചിട്ടുണ്ട്. ഇതുപോലെ നരിച്ചീറും മരപ്പട്ടിയൊന്നുമല്ല. രാത്രിയായി കഴിഞ്ഞാൽ നല്ല മുഴക്കമുള്ള അലർച്ച കേൾക്കുന്ന, ജനലും വാതിലും തല്ലിപ്പൊളിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള നേല് നടക്കുന്നവരും. സൂപ്പർ! അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്കും ഇഷ്ടമാണ്. ഞാനൊന്ന് ട്രൈ ചെയ്താലോ? പക്ഷേ അതിനുള്ള സമയം തനിക്കിനി ബാക്കിയില്ല. നരിച്ചീറും മരപ്പട്ടിയും ഉള്ള ഈ വടക്കേ മുറി തറവാടിന്റെ അകത്തളങ്ങളിൽ ഈ മഴയുള്ള രാത്രി ഒരു സർജിക്കൽ നൈഫിന്റെ തുമ്പിൽ പിടഞ്ഞു തീരാൻ. എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഒന്നുമില്ല, എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ആലോചിക്കുമായിരുന്നു. മുട്ടയുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കാം, ബ്രെഡും ഉണ്ട്. എന്താ അതുപോലെ? ഓ ധാരാളം. നല്ലേ, ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാം. വേണ്ട, നിങ്ങൾ അടുക്കി വെച്ചോളൂ, ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തോളാം. എടാ, തൻ്റെ അവസാനത്തെ അത്താഴം പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള എൻ്റെ സന്തോഷം അതെത്രയാണെന്ന് തനിക്കറിയാവൂടാ.
അതെന്താ ഒരു ശബ്ദം കേട്ട്? ഉം, വല്ല നരിച്ചീറോ മരപ്പെട്ടി ആയിരിക്കുമല്ലേ? ആയിരിക്കും. അതാ കടക്കാരനല്ലേ? അതെ, അയാൾ ഇനിയും പോയില്ല? ഞാൻ പറഞ്ഞില്ലേ, അയാൾ ഒരു പ്രത്യേക പ്രകൃതക്കാരനാ. ഈ വീടിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ടാവും. സ്ട്രേഞ്ച്. നല്ല തണുപ്പുണ്ടല്ലേ? ഒന്ന് ചൂടാക്കുന്നു. ആവാം. നവ കൂമൻ. നോനോ മൂങ്ങ. അത് രണ്ടും ഒന്ന് തന്നെയല്ലേ? അതെ, പക്ഷെ ഞങ്ങൾ അതിന് അങ്ങനെയാ പറയുന്നത്. മൂങ്ങകൾ പല തരത്തിലാണ്. ഫോറസ്റ്റ് ഔലറ്റ് എന്നൊരു പ്രത്യേക ഇനമുണ്ട്. അതിന് ഫോട്ടോ എടുക്കാൻ 8 ദിവസം ഒറ്റയ്ക്ക് ഒരു കാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. മരത്തിന് മുകളിലിരുന്നാൽ കാണാം താഴെ കടുവയും സിംഹവും ഹൈനകളും നടന്നു പോകുന്നത്. ഓ, നമ്മുടെ ബ്രീത്ത് ഒന്ന് പിഴച്ചാൽ മതി, അവറ്റകൾ നമ്മളെ കണ്ടുപിടിക്കും. കാട് അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. കാട്ടിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല അല്ലേ? ഞാൻ പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് കാട്ടിൽ പോയല്ലേ പറ്റൂ. ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷെ കാട് അത് ഞാൻ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കടുവകളെ മരത്തിന് മുകളിലിരുന്നല്ല, ഇതുപോലെ ക്ലോസ് റേഞ്ചിൽ കണ്ടിട്ടുണ്ട്. 300 കിലോ ഭാരവും 1000 PSI ബൈറ്റ് ഫോഴ്സുമുള്ള ഒരു മൃഗം. ഓർമ്മ വരുമ്പോൾ ഞാൻ ഫോറസ്റ്റ് റേഞ്ചിലുള്ള ഒരു ക്ലിനിക്കിലാണ്. ദേഹം മുഴുവൻ മുറിയും, മൾട്ടിപ്പിൾ ബോൺ ഫ്രാക്ചേഴ്സും. ഒരു ഫിക്ഷൻ പോലെ തോന്നുന്നു, നിങ്ങൾ വായിച്ച നോവൽ പോലെ. റേതോ, മൈ ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് എ ഫിക്ഷൻ. അടുത്ത തവണ ബർമുഡ ട്രയാങ്കിൾ ഒന്ന് ട്രൈ ചെയ്താലോ? Sounds like where you are right now, all set to vanish forever. ഉറങ്ങിയില്ലേ? നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ല. നമ്മൾ ഒന്നുകൂടെ പിടിപ്പിച്ചാലോ?
വാതിലടച്ചിട്ടില്ല. കയറാണ്. അങ്ങനെ അതും കഴിഞ്ഞു.